രൂപക്ക് നിങ്ങൾക്ക് തരാം. ഇന്ന് എടുക്കുന്നവർക്ക് നിങ്ങൾക്ക്, അതായത് അവിടെയുള്ള ലീഡേഴ്സിന് നാളെ അതിന്റെ 60 ലക്ഷം രൂപ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ കുറെ പേര്, ഞങ്ങൾ 13 പേര്, അതുപോലെ അന്ന് 10 കോട്ടേജ് ആ 2 മണിക്കൂറിനുള്ളിൽ അവിടെ നമ്മൾ സെയിൽ ചെയ്തു. അപ്പൊ ഞങ്ങൾ അത് ആ സ്ഥലം കാണാതെ കോട്ടേജ് വെറുതെ ഗ്രാഫിക്ക് മാത്രം കണ്ടിട്ട് വാങ്ങി കമ്പനിനെ വിശ്വസിച്ച് വാങ്ങിയവരാണ് ഞങ്ങൾ. ഒരു കോട്ടേജും കൂടെ ഞങ്ങൾക്ക് പറയാനുള്ളത്. ചരിത്രമൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഞാൻ ഇപ്പോഴത്തെ പ്രതിസന്ധി ഘട്ടത്തിന് ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്, ഒരെണ്ണത്തിന്റെ നിങ്ങൾ ഫ്രീ എടുത്തോ, ഒരെണ്ണത്തിന്റെ ബാക്കിയുള്ള 1 കോടി 5 ലക്ഷം എല്ലാവരും കൂടെ തരാൻ പറ്റുമോ? ശരി, ഒരെണ്ണം ഫ്രീ എടുത്തോ, ഒരെണ്ണം വേണ്ട. ഇതിപ്പോ 1.5 കോടിക്കല്ല ഇപ്പൊ വിറ്റുകൊണ്ടിരിക്കുന്നത്. അതെ, ഇതിപ്പോ 3 കോടി ആയാലും വിറ്റ് തരാൻ ആളുകൾ കൂടി ഉണ്ട് സാർ. അപ്പൊ അതുകൊണ്ട് കോട്ടേജിന്റെ വില കൂട്ടിക്കോ, കോട്ടേജ് രണ്ടാമത് വില കൂട്ടാൻ തിരിച്ചു തരാൻ ഞങ്ങൾ തയ്യാറല്ല. കോട്ടേജിന്റെ 3 കോടി ആയാലും വിറ്റ് തരാനുള്ള ആളുണ്ട്. കൊടുത്ത വസ്തു ഒരിക്കലും തിരിച്ചു ചോദിക്കരുത് സാർ. പബ്ലിക്കില് ചോദിച്ചാൽ തിരുവനന്തപുരം ഇങ്ങനെ ചെയ്യുന്നത് നാണയില്ലാത്തൊരു മുഖം ഒരെണ്ണത്തിന് നാണയം ലിറ്റി ഞാൻ നിനക്കെങ്കിലും ഉണ്ടാവും ചേച്ചി. മാഷ് തരാന്ന് പറയാൻ വേണ്ടി വിടാം. മാഷ് പറഞ്ഞു, മാഷ് കുറച്ച് മനസ്കര. എത്ര തരും മാഷ്? കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. അതറിയാലോ. അപ്പൊ അത് വിശ്വസിച്ച് ഞങ്ങൾ വാങ്ങിച്ചത് എന്ന് വെച്ചാല് 27 കൊല്ലത്തെ എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മളൊരു അരി കഴിച്ചു കഴിഞ്ഞാൽ അതിലൊരു ചോറുമറ്റും എടുത്തു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ മൊത്തം എല്ലാ ചോറുമറ്റും എന്തുണ്ടാവും അറിയാം. അതുപോലെ തന്നെ 27 കൊല്ലത്തെ എക്സ്പീരിയൻസ് അനുസരിച്ച് അത് അതിലുണ്ടാവും എന്നുള്ളതിൻ്റെ പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. മാഷതൊക്കെ സമ്മതിച്ചു. ഞാനിപ്പോ അത് നല്ല ചോദിച്ചത്. ഞാൻ ചോദിച്ചത് വേറെ ഒന്നുമല്ല, 45 ലക്ഷം 2 കിട്ടില്ല, 1 ഫ്രീ. ബാക്കി 45ന്റെ ബാക്കി 1.5 തന്ന കമ്പനിക്ക് 4 കോടി 20 ലക്ഷം രൂപ പ്രൊഡക്ഷനിലേക്ക് കിട്ടും. അത് തന്നു കഴിഞ്ഞാൽ അവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ നടത്താം. അപ്പൊ 2 കോടി ആയിക്കോട്ടെ, 2 കോടി ആയിക്കോട്ടെ. ഒരു കാര്യം കൂടെ പറയാം. സാറ് പറഞ്ഞപ്പോ ഞങ്ങൾ ആ ഞങ്ങൾ കാണുന്ന സമയത്ത് അവിടെ JCB വന്നിട്ടുണ്ട്. സാധാരണ ഒരു ഭൂമി ഇങ്ങനെ നിൽക്കായിരുന്നു. സാർ അന്ന് പറഞ്ഞു ആദ്യം 4 പേര് അതിൽ വന്നുള്ളൂ. അപ്പൊ ഞങ്ങൾ ആ കസേര ഇട്ടിരിക്കുന്ന സമയത്ത്, ഒരു കസേര ഇട്ടിരിക്കുന്ന സമയത്ത് ഈ കോട്ടേജ് എടുത്തോന്ന് പറഞ്ഞപ്പോ അപ്പൊ അഡ്വാൻസ് കൊടുത്താണ് ഞങ്ങൾ. ഈ കസേര ഞങ്ങൾ ആ കസേര ഇട്ടിരിക്കുന്ന പ്ലോട്ട് തന്നെയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഓക്കെ, ഇനി ഇവരോട് ചോദിക്കണോ? നാണല്ലാത്തവരോട് വേണ്ട. ആ പെൺകുച്ച സംയുക്ത, നീ തോന്നേ സംയുക്തയുടെ മൈക്കൊന്ന് കൊടുത്തേ. സംയുക്ത ശൈലിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ട് സംയുക്തയുടെ അച്ഛൻ ഒരെണ്ണം ഒറ്റയ്ക്ക് വാങ്ങിയതാണ് 75 ലക്ഷം രൂപ. മോളെ ഇപ്പൊ എല്ലാ മാസവും 5-ാം തീയതി ഒരു മണി അടിക്കും. അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് എത്ര കയറാറുണ്ട്? 70,000 രൂപയാണ്. തുടങ്ങിയിട്ടില്ല, എല്ലാ മാസവും മുടങ്ങാതെ 70,000 രൂപ അല്ലേ? സംയുക്ത അച്ഛനോട് പറഞ്ഞിട്ടൊരു കുറച്ച് കാശ് മേടിച്ചു. 70,000 കിട്ടണല്ലേ? വെറും ഒരു ഫേസ്ബുക്ക് വീഡിയോ കണ്ട് ആ ട്രസ്റ്റിൽ വാങ്ങിയതാ. വെറും ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ, അതിൽ നമ്മൾ വീണു. അപ്പൊ അതിന് തിരിച്ചു ചോദിക്കല് അല്ല, ഒരു ഫേസ്ബുക്ക് വീഡിയോയിലെ കണ്ടിട്ടുള്ളൂ. അപ്പൊ ആ 70 അധികം ചോദിക്കണം. 30 ലക്ഷം അഡീഷണൽ അച്ഛനോട് പറഞ്ഞിട്ട് ഞാൻ വേണേ പണിയെടുത്തുണ്ടാക്കിട്ട്. അല്ല, ഇപ്പൊ സംയുക്തയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അച്ഛനൊരു കോട്ടേജ് വാങ്ങിയപ്പോ സിംഗപ്പൂരിൽ നിന്ന് ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഇന്നൊരു ജോലിയും കൂടെ പുള്ളിക്കാരത്തെ സെറ്റാക്കി എന്നുള്ളത് എന്തിനാണെന്ന് അറിയില്ല. ഞങ്ങളെ നീക്കങ്ങൾ നോക്കാനൊന്നും അറിയില്ല. മോളും കൂടെ വന്നെന്തായാലും ഇവിടെ കയറിയിട്ടുണ്ട് അല്ലെ? അപ്പൊ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് ഓൾ. കാരണം നിങ്ങൾ അന്ന് എടുത്തൊരു തീരുമാനമുണ്ട് അല്ലെ? ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചില തീരുമാനങ്ങൾ അല്ലെ, ആ തീരുമാനങ്ങളാണ് നിങ്ങൾ എത്തിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ചങ്കുരുതര പറയാൻ പറ്റും, നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം, നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട് അല്ലെ? ആ മാറ്റങ്ങൾ കാണാനാണ് ഇന്നിവിടെ നിങ്ങളെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തിയത്. നിങ്ങളുടെ ഒന്നും ആരാണ് 1 കോടി? അതായിരുന്നു രാജൻ സാർ 1 കോടിക്ക് വാങ്ങിയ അല്ലെ? അവരെ കൂട്ടത്തിൽ നിൽക്കും. മൂപ്പർക്ക് ചെറിയ നഷ്ടബോധം ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല. രാജൻ സാറേ ഒന്ന് വാ. യെസ് രാജൻ സാർ, പ്ലീസ് വെൽക്കം ഓൺ ദി സ്റ്റേജ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഇത് നിങ്ങൾ 1.5 കോടിക്ക് വിൽക്കാൻ തയ്യാറാണോ? അടുത്ത ചോദ്യം. ഇല്ല, മൈക്ക് കൊടുത്ത്
സാറേ മുന്നേ ഇതിന്റെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. ചെലവാക്കിയ തുകയെ മാത്രമാണ് ഞങ്ങൾ കണ്ടിരുന്നത്. പക്ഷെ ഇവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോയിന്റാണ് പെർസീവ്ഡ് വാല്യൂ. ആ വാല്യൂ പഠിപ്പിച്ചപ്പോൾ ഞങ്ങൾക്കുള്ള ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് ഒരുപാട് അഭിമാനവും അതിലൂടെ ഞങ്ങളുടെ ലൈഫിനെ പ്രൊട്ടക്റ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിന് എത്ര വാല്യൂ കണ്ടാലും ഞങ്ങളുടെ ഉള്ളിലുള്ള ഒരു വാല്യൂ എന്ന് പറയുന്നത് വിലമതിക്കാനാവാത്തതാണ്. അതുകൊണ്ട് ഇനി 3 കോടിക്ക് തരാമോ എന്ന് ചോദിച്ചാലും ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടോടെ പറയുന്നത് തരില്ല എന്ന് തന്നെയായിരിക്കും. അതല്ല, ആ പെർസീവ്ഡ് വാല്യൂ എന്ന് പറഞ്ഞ ടോപ്പിക് 2 ദിവസം കഴിഞ്ഞിട്ട് എടുത്താൽ മതി, പെട്ടു പോയല്ല. ഒരു